CPM-കാർ ഉടൻ തന്നെ ഞെട്ടാൻ തയ്യാറായിക്കോളൂ എന്നാണ് ഇന്ന് വി.ഡി. സതീശൻ മുന്നറിയിപ്പ് നൽകിയത്. CPM-ഉം ഒപ്പം കേരളവും ഞെട്ടാൻ പോകുന്ന ഒരു വാർത്ത ഉടൻ പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. എന്നാൽ എന്താകും CPM-നെയും കേരളത്തെയും ഒരുപോലെ ഞെട്ടിക്കാൻ താൻ കാത്തുവച്ചിട്ടുള്ള ആറ്റം ബോംബ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുമില്ല. എന്നിരുന്നാലും CPM-ലും രാഷ്ട്രീയ കേരളത്തിലും വലിയ കോളിളക്കമുണ്ടാക്കാൻ പോകുന്ന ഒന്നായിരിക്കും അതെന്ന് അദ്ദേഹം പറയുന്നു. ഇത് തന്റെ ഭീഷണിയാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോളൂ എന്നാണ് സതീശൻ പറയുന്നത്. സൂചനകളൊന്നും തന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലെയും മുഖത്തെയും ആത്മവിശ്വാസം CPM-നെ രാഷ്ട്രീയമായി ഉലയ്ക്കുന്ന വാർത്തയാകും അതെന്ന് സൂചന നൽകുന്നുണ്ട്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് വാർഡ് മെമ്പർ ജീവനൊടുക്കിയ സംഭവത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലും പ്രതികരിക്കുമ്പോഴായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: CPM ഒരു കാര്യം ഓർക്കണം, രാഹുൽ വിഷയം വെച്ച് അധികം കളിക്കേണ്ട. ഞാൻ പറഞ്ഞത് ഭീഷണിയാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചു. ഞെട്ടിപ്പോകും, കേരളം ഞെട്ടിപ്പോകും. ഇലക്ഷനൊക്കെ ഇനി എത്ര ദിവസമുണ്ട്? അത്രയൊന്നും പോകേണ്ടി വരില്ല. അത്രയും ദിവസമൊന്നും ഒരു കാര്യം പറയാൻ പോകാൻ പാടില്ല. എന്താണ് CPM-നെ ഇത്രയധികം ഉലയ്ക്കാൻ പോകുന്ന വാർത്ത എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ അത് കഴിഞ്ഞ ആഴ്ച CPM-നെ പ്രതിരോധത്തിലാക്കിയ കത്ത് വിവാദമാകാം എന്ന് കരുതുന്നവരുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചോദിച്ചപ്പോൾ ഇത് സംബന്ധിച്ചും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരുന്നു. CPM പ്രതിരോധത്തിലായ മുഹമ്മദ് ഷർഷാദിന്റെയും രാജേഷ് കൃഷ്ണയുടെയും കത്ത് വിവാദം പുറത്തു വന്നപ്പോൾ അതിനുള്ളിൽ MV ഗോവിന്ദന്റെ മകനെതിരെ ഗുരുതര ആരോപണമുണ്ടായിരുന്നു. പക്ഷേ CPM മറുപടി പറഞ്ഞില്ല എന്നാണ് സതീശൻ വ്യക്തമാക്കിയത്. മന്ത്രി അടക്കമുള്ള CPM നേതാക്കൾക്ക് പണം നൽകിയെന്നാണ് കളങ്കിതനായ രാജേഷ് കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനും CPM മറുപടി നൽകിയിട്ടില്ല. അങ്ങനെ നൽകിയ പണം ഹവാലിയിലൂടെയും റിവേഴ്സ് ഹവാലിയിലൂടെയും നേടിയ പണമാണ്. ഈ വിവരം പുറത്ത് ചർച്ചയാകാതിരിക്കാനാണ് CPM രാഹുൽ വിഷയം പൊക്കി നടക്കുന്നത് എന്നായിരുന്നു സതീഷിന്റെ വാക്കുകൾ. ബലാത്സംഗ കേസിലെ പ്രതിയടക്കം നിയമസഭയിൽ ഇരിക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കുള്ളിലെ ആരോപണ വിധേയരെ CPM ആദ്യം പുറത്താക്കട്ടെ എന്ന നിലപാടാണ് വി.ഡി. സതീശൻ സ്വീകരിക്കുന്നത്. എന്തായിരിക്കും സതീശൻ ഒളിപ്പിച്ചു വെച്ച ആ ആയുധമെന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. വരും ദിവസങ്ങളിലും വലിയ കോലാഹലമാണ് സതീഷിന്റെ പ്രസ്താവന ഉണ്ടാക്കാൻ പോകുന്നത്. CPM-ലെ ഒരു മന്ത്രിക്കെതിരെയാണ് ആരോപണമെന്ന സൂചനയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നതുപോലെയുള്ള ഒരു ആരോപണം തന്നെ, ഒരു പരാതി തന്നെ CPM-ലെ ഒരു ഉന്നതനെതിരെ ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചന കൂടി വരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ആ രീതിയിലുള്ള സൂചനകളാണ് കോൺഗ്രസിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-നെതിരെ മാത്രമല്ല BJP-ക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് കന്റോൺമെന്റ് ഹൗസിലേക്ക് നടന്ന യുവമോർച്ച മാർച്ച് ഉദ്ധരിച്ചുകൊണ്ടാണ്. കാളയുടെ മുഖത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചിത്രം പതിപ്പിച്ച് തെരുവിലൂടെ നടത്തിയായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. അതിന് സതീഷിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: BJP-കാരോട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തിയ കാളയെ കളയരുത്. പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. അടുത്ത ദിവസങ്ങളിൽ ആവശ്യം വരും. ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാകും. കാര്യം ഇപ്പോൾ പറയുന്നില്ല. ആ കാളയെ ഉപേക്ഷിക്കരുത്, കാത്തിരുന്നുള്ളൂ. അതായത് CPM-നും BJP-ക്കും പ്രതിരോധമുണ്ടാക്കുന്ന ഒരു ആയുധം താൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് സതീശൻ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലിനിയതിന് സമാനമായ ലൈംഗികാരോപണം CPM നേതാക്കൾക്കോ BJP നേതാക്കൾക്കോ എതിരെ വന്നേക്കാമെന്നാണ്. അതിന് അധികം കാലതാമസമില്ല എന്നും വെറും വാക്ക് പറയുന്നതല്ല എന്നും അദ്ദേഹത്തിന്റെ ശരീരഭാഷ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം BJP-ക്കെതിരായ പ്രസ്താവന പരിശോധിക്കുമ്പോൾ ഇന്ന് സന്ദീപ് വാര്യർ പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ കുറിച്ചുകൂടി പറഞ്ഞു പോകണം. രാഹുലിനെതിരെ കോൺഗ്രസ് എടുത്തതുപോലൊരു നടപടി BJP കോർ കമ്മിറ്റി അംഗത്തിനെതിരെ എടുക്കാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിയാണ് സന്ദീപ് വാര്യർ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ നടത്തിയിരിക്കുന്നത്. അതായത് അത്തരത്തിലൊരു ആരോപണം BJP നേതാവും നേരിടുന്നുണ്ട് എന്നും അയാളെ രാജീവ് ചന്ദ്രശേഖർ സംരക്ഷിക്കുന്നുണ്ട് എന്നും അനുമാനിക്കേണ്ടി വരും. അതാകാം രാജീവിന്റെ വീട്ടിലേക്ക് കാളയുമായി മാർച്ച് നടത്തേണ്ടി വരുമെന്ന് BJP-ക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ കാരണം. അതേസമയം വി.ഡി. സതീഷിന്റെ മുന്നറിയിപ്പിനെ ചിരിച്ചു തള്ളുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചെയ്തത്. ബോംബുകൾ വീഴുന്നത് കോൺഗ്രസിലാണ് എന്നും CPM-ന് അതിലൊന്നും വലിയ ഭയമില്ല എന്നുമാണ് ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. വി.ഡി. സതീശൻ CPM-ന് നൽകിയ മുന്നറിയിപ്പിനെ കുറിച്ച് അറിയില്ല എന്നും
കേസിനേക്കാൾ പ്രധാനപ്പെട്ട തെളിവുകൾ വന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ നടപടിയെടുത്തത് എന്നും MV ഗോവിന്ദൻ പറയുന്നു. അതായത് ഭീഷണിയുമായി സതീശൻ മുന്നോട്ട് വരികയാണെങ്കിൽ വരട്ടെ എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്തായാലും എന്താണ് VD സതീശൻ കാത്തുവച്ചിരിക്കുന്ന ആ ബോംബ്? കേരള രാഷ്ട്രീയത്തിൽ എന്ത് കോലാഹലങ്ങൾ ആ ബോംബുണ്ടാക്കും? ഇതെല്ലാം ഇനി വഴിയെ കാത്തിരുന്ന് കാണേണ്ടതാണ്. സതീശൻ പറഞ്ഞതുപോലെ ഇത് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളക്കരയിൽ ഒരു ഞെട്ടലുണ്ടാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.